നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നാളെ ജനുവരി മാസം 15-ാം തീയതി വ്യാഴാഴ്ച വിവിധ ജില്ലകളിൽ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തമിഴ്നാടിൻ്റെ വിളവെടുപ്പ് ആഘോഷമായ തൈപ്പൊങ്കൽ പ്രമാണിച്ചുള്ള പൊതു അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമായിരിക്കും അവധി ബാധകമാകുന്നത്. മറ്റ് സ്വകാര്യ മേഖലകൾക്കും ബാങ്കുകൾക്കുമൊന്നും ഈ അവധി ബാധകമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള 6 ജില്ലകൾ ഏതൊക്കെയാണ് എന്നുകൂടി കൃത്യമായിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ഈ ജില്ലകളിലായിരിക്കും അവധി ബാധകമാകുന്നത്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വരെ അവധി ബാധകമായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാടിൻ്റെ അയൽ സംസ്ഥാനങ്ങളായ കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലുമെല്ലാം സമാന രീതിയിൽ തന്നെ അവധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ ധനസഹായം ലഭിക്കുന്ന കർഷകർ ശ്രദ്ധിക്കുക. ഇലക്ട്രോണിക് KYC ചില കർഷകർക്ക് അത് വീണ്ടും KYC ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ എത്താറുണ്ട്. KYC എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിൽ KYC ചെയ്തെങ്കിൽ മാത്രമേ കർഷകർക്ക് വീണ്ടും ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റീവ് ആകുന്ന അപേക്ഷകളായിരിക്കും ഇത്തരത്തിൽ പുനർവേരിഫിക്കേഷന് വേണ്ടി നിർദ്ദേശിക്കപ്പെടുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ അതിലുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി KYC വീണ്ടും ഒന്നുകൂടി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഡൺ എന്നാണ് കാണിക്കുന്നത് എങ്കിൽ മറ്റ് തടസ്സങ്ങളില്ല. അല്ലാത്ത പക്ഷം അതിൻ്റെ തുടർന്നുള്ള സ്റ്റെപ്പുകൾ കൂടി ഫോളോ ചെയ്യേണ്ടി വരും. ആധാർ നമ്പർ കൊടുക്കുന്നു, OTP അധിഷ്ഠിത വേരിഫിക്കേഷനാണ്. സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ചുരുക്കം ചില കർഷകർക്ക് മാത്രമാണ് ലഭിക്കാറുള്ളത്. ഒരുപാട് ഇത്തരത്തിൽ അനർഹമായിട്ടുള്ളവർ ആനുകൂല്യം വാങ്ങിയതായിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഇത്തരത്തിൽ അറിയിപ്പുകൾ ചിലർക്ക് മാത്രം ലഭിക്കാറുള്ളത്. അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ധനസഹായം ചില ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്താത്തതിൻ്റെ ഒരു കാരണം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസിലെ പിഴവുകളായിരിക്കാം. അതായത് ചില ബാങ്ക് അക്കൗണ്ടുകൾ ആധാറുമായിട്ട് സീഡ് ചെയ്തത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ അത് ശരിയായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആധാറിൻ്റെ വെബ്സൈറ്റിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ കർഷക തൊഴിലാളി ക്ഷേമ പെൻഷനൊക്കെ ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക. പല കർഷകരിലും ആനുകൂല്യം മുടങ്ങുന്നതിൻ്റെ കാരണം അവരുടെ മസ്റ്ററിങ്ങിൽ വന്നിട്ടുള്ള പിഴവുകളായിരിക്കാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ മസ്റ്ററിങ് ചെയ്യേണ്ടതാണ്. മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ കൃത്യമായിട്ട് അതാത് പഞ്ചായത്തുകളുടെ കൃഷിഭവനിൽ നിന്നും അറിയിപ്പുകളായിട്ട് ലഭിക്കുന്നുണ്ട്. ഒരുപാട് പ്രായമായവർ, ഒരുപാട് സാധാരണക്കാരാണ് ഇത്തരത്തിൽ വിവരങ്ങൾ അറിയാതെ പോകുന്നത്. സ്മാർട്ട് ഫോൺ ഒരുപക്ഷെ അവരുടെ കയ്യിൽ കാണുകയുമില്ല. വാർഡ് മെമ്പർ കാര്യങ്ങൾ കൃത്യമായിട്ട് ചിലപ്പോൾ അറിയിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കൃഷിഭവനിലൊക്കെ ഒന്ന് അന്വേഷിക്കുക. അതിനുശേഷം മസ്റ്ററിങ് ആണെങ്കിൽ മസ്റ്ററിങ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലൈഫ് സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതാണ്. ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി ക്രമീകരണങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത് എത്രയും വേഗം പൂർത്തിയാക്കുക. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ സ്കോളർഷിപ്പ് പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ജനുവരി മാസം 20-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. അന്ന് വരെ നമുക്ക് ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.